രോഗങ്ങളാണ് സുഹൃത്തുക്കളെ നിങ്ങളെ തേടിക്കൊണ്ടിരിക്കുന്നത്. മാരക രോഗങ്ങൾ. ഒരു നിമിഷം ചിന്തിക്കൂ, ഒരു നിമിഷം നിൽക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ. നമ്മൾ പൊന്നിൻ വില കൊടുത്ത് കടകളിൽ നിന്നും വാങ്ങുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങൾ മായം കലർന്നവയാണ്. അത് ഉപയോഗിച്ചാൽ നമ്മൾ മാറാരോഗത്തിന് അടിമകളായി തീരും. കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നത് സത്യാസ് ഗ്രൂപ്പിന്റെ ഉൽപ്പന്നങ്ങളാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് സത്യാസ് ഗ്രൂപ്പിന്റെ ഭക്ഷ്യോൽപ്പന്ന സാധനങ്ങൾ ഇത്രയും വ്യവസായ രംഗത്ത് പുഷ്ടിപ്പെടാൻ എന്താണ് കാരണം? എല്ലാവരും അഭിമാനത്തോടെ ആ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുകയാണ്. എന്നാൽ ഈ ഉൽപ്പന്നങ്ങൾ മായം ചേർത്തവയാണെന്നും അവ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മാരക രോഗത്തിന് അടിമയാവുന്നു എന്നും നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? അത് മനസ്സിലാക്കണം. സത്യാസ് ഗ്രൂപ്പിന്റെ വെളിച്ചെണ്ണ കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നത് സത്യാസ് ഗ്രൂപ്പിന്റെ ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. ഇത് വീട്ടിലേക്ക് വിളിക്കരുത്. എന്നാൽ ഇതിൽ വെളിച്ചെണ്ണയുടെ ഒരു അംശം പോലും ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വർഷങ്ങളായിട്ട് എന്റെ വീട്ടിൽ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചേട്ടൻ ഇതാണോ ഉപയോഗിക്കുന്നത്? പിന്നെ വെറുതെ അല്ല, തല ചുണ്ണാമ്പുകൊട്ട പോലെ ഇരിക്കുന്നത്. സത്യാസ് നല്ല സാധനമാണ്, ഞങ്ങളൊക്കെ ഉപയോഗിക്കണല്ലേ. പരസ്യങ്ങൾ കണ്ട് അതിലേക്ക് വിടരുത്. ഇതിന്റെ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അപ്പോ തീരെ വെളിച്ചെണ്ണ ഇല്ലാന്നാ പറയുന്നത്? തീരെ വെളിച്ചെണ്ണ ഇല്ല. പിന്നെ എങ്ങനെ ഇത് ഉണ്ടായിരുന്നോ? ഇത് മിനറൽ ഓയിലിലെ എസൻസ് ചേർത്തുണ്ടാക്കുന്ന ഒരു ദ്രാവകം. വെളിച്ചെണ്ണയുടെ നിറവും മണവുമുള്ള, ഒരിക്കലും കേടുവരാത്ത ഡ്യൂപ്ലിക്കേറ്റ് വെളിച്ചെണ്ണ. മിനറൽ ഓയിലാ? ഇയാളെന്ത് പറയുന്നത്? പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. മിനറൽ ഓയിൽ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് പാരഫിൻ, അതായത് അമേരിക്കൻ മണ്ണെണ്ണ, നമ്മുടെ ഇവിടുത്തെ വെള്ള മണ്ണെണ്ണ. ഒരു പെട്രോളിയം ഉൽപ്പന്നമാണ്. അത് മാരക രോഗങ്ങൾക്ക് വഴിയൊരുക്കും. പിന്നെ നമ്മൾ 4 നേരം വെട്ടി വിഴുങ്ങുന്ന സത്യാസിന്റെ പുഞ്ചേരി. ഈ അരി അവർക്ക് എവിടുന്ന് കിട്ടുന്നു? കുട്ടനാട്ടിൽ നിന്ന് അല്ല, തമിഴ്നാട്ടിൽ നിന്ന്. തമിഴ്നാട്ടിൽ നിന്ന് വില കുറഞ്ഞ അരി വാങ്ങി അതിലെ കളറും ഓയിലും ചേർത്ത് മെഷീനിൽ മിക്സ് ചെയ്തിട്ട് പോളിഷ് ചെയ്തെടുക്കുന്നു. പിന്നെ പ്ലാസ്റ്റിക് തരികളും. അങ്ങനെ പാക്ക് ചെയ്ത ഡ്യൂപ്ലിക്കേറ്റ് അരിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന സത്യാസിന്റെ പുഞ്ചയരി. ചേട്ടനെ എനിക്ക് കണ്ടിട്ടുണ്ട് ഇതൊക്കെ. അല്ല, അത് ശരി തന്നെ. എന്താ പറയാ, അരി പതറുമ്പില്ല, അതിന്റെ പാട പ്ലാസ്റ്റിക് പോലെ തന്നെ. സത്യാസിന്റെ അതാണ് ഞങ്ങൾ ഇതൊക്കെ ഗവേഷണം നടത്തി കണ്ടെത്തിയതിന് ശേഷമാണ് ഈ പ്രക്ഷോഭ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഓട്ടോറിക്ഷ പിടിക്കാൻ പറഞ്ഞിട്ട് വെയിറ്റുള്ളത് എന്റെ തോളയിലല്ലേ ഇരിക്കുന്നത്. നടക്ക്, തടിയൊക്കെ ഒന്ന് കുറയട്ടെ. തിളങ്ങാൻ വേണ്ടിയിട്ട് കുറെ പ്ലാസ്റ്റിക് പൊടി, എന്നിട്ട് പാക്കറ്റിലാക്കിയിട്ട് ഡിസൈനൊക്കെ കൊടുത്ത് പരസ്യമൊക്കെ കൊടുത്തിട്ട് ഇങ്ങോട്ട് ഇറക്കും. സത്യാസ് റേഷൻ അരിയേക്കാൾ വളരെ മോശമായ ഗുണനിലവാരമില്ലാത്ത അരിയാണ് സത്യാസ് പുഞ്ചേരി. കേക്കടി അങ്ങോട്ട്. കേക്കല്ല, അലുവ. അയാൾ പറയുന്നത് കേൾക്കാൻ. സത്യാസ് ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയെ കുറിച്ചാണ് പറയുന്നത്. ഞാനും നീയൊക്കെ തിന്നത് വിഷമാകുന്നു, വിഷം. ഇത് മാത്രമൊന്നല്ല, ഇനിയുണ്ട് സത്യാസിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ. സത്യാസിന്റെ മുളക് പൊടി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? സുഡാൻ ഡൈയും ഇഷ്ടികപ്പൊടിയും ചേർത്താണ് ഈ മുളക് പൊടി ഉണ്ടാക്കുന്നത്. മണത്തിന് 1-2 മുളക്. ഈ സുഡാൻ ഡൈയെ നമുക്ക് ക്യാൻസർ രോഗം ഉണ്ടാക്കും. ഇനിതാ നോക്കൂ, മഞ്ഞപ്പൊടി. ഇതിൽ മഞ്ഞളില്ല, വെറും കെമിക്കലും എസൻസും കളറും മാത്രം ചേർത്താണ് മഞ്ഞപ്പൊടി ഉണ്ടാക്കുന്നത്. മഞ്ഞൾ വേണ്ട. ഇപ്പൊ അതിന്റെ മണത്തിനും ഗുണത്തിനും എസൻസ് ഉണ്ട്. മല്ലിപ്പൊടിയിൽ എന്താ ഉപയോഗിക്കുന്നത്? മല്ലിയില്ല, വെറും മല്ലിത്തൊണ്ടും എസൻസും. പലതിലും അറക്കപ്പൊടി ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണോ നമ്മൾ ഈ കണ്ട ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നത്? നമ്മൾ തന്നെ, നമ്മുടെ കാർഷിക കേരളമല്ലേ, നമുക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കണം. അല്ലാണ്ട് ഈ വില പൊരിച്ച പരസ്യങ്ങൾ കേട്ടിട്ടും പെട്ടെന്ന് പൊന്തി വരെ ഇതൊക്കെ നമ്മൾ അഭിമാനത്തിന്റെ പുറത്ത് വാങ്ങി ഉപയോഗിക്കുകയാണ്. കാശ് കൊടുത്ത് നമ്മൾ രോഗങ്ങൾ നേടിയെടുക്കുകയാണ്. ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കണം. നമ്മൾ ബോധവാന്മാരാവണം. ഇല്ല, എനിക്ക് അതിന് ആവശ്യമില്ല. എനിക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ ഈ കർഷക കേരളത്തിൽ ഞാൻ ഉണ്ടാക്കുന്നു. നമ്മളൊക്കെ എന്തിനാണ് ഈ ബിസിനസ് മാഗ്നറ്റിനെ വളർത്താൻ വേണ്ടിയിട്ട് പരസ്യം കണ്ടിട്ട് ഓരോന്ന് മേടിക്കണത്? ഈ സത്യാസിനെ തന്നെ പറയുമ്പോ ഇനി മറ്റൊരു കാശ് കൊടുത്ത ചുരുങ്ങിയ കാലം കൊണ്ട് വ്യവസായ രംഗത്ത് വളർച്ച പിടിക്കണമെങ്കിൽ സത്യസന്ധമായ രീതിയിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് വ്യവസായം നടത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിലേക്ക് ആഴ്ന്നിറങ്ങണം. പറഞ്ഞ വില കൊടുത്ത് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ ഗുണനിലവാരം നമ്മൾ മനസ്സിലാക്കണം. ഈ മായം കലർന്ന വസ്തുക്കൾ നമ്മൾ നിരോധിക്കണം. ഇതിനു വേണ്ടിയാണ് എന്റെ ഈ ഒറ്റയാൾ പോരാട്ടം. അല്ലേട്ടാ, ഈ ഒറ്റയാൾ പോരാട്ടം നടത്തുമ്പോ ഈ മൈക്ക് സെറ്റൊക്കെ പിരിച്ചുവിടണ്ടേ? വൈകുന്നേരം ആരെങ്കിലും എന്തെങ്കിലും തരാതെ നടക്കൂല. ഇന്നത്തെ കാലത്ത് ജനോപകാരപ്രദമായ ഒരു സംരംഭത്തിന് ഇറങ്ങിപ്പുറപ്പെടാൻ പറ്റില്ല എന്നറിയാം. ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും വിമർശനങ്ങൾ ഉണ്ടാവും. പക്ഷെ ഞാൻ ഇതിൽ പതറില്ല. സത്യാസ് ഗ്രൂപ്പിന്റെ ആളാണോ ഇയാളെന്ന് വരെ ഞാൻ സംശയിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കി നിങ്ങൾ ഉപയോഗിക്കണം.